Good morning, all. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ് സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള വേവ്സ് കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള വേവ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, വ്യത്യസ്ത തരത്തിലുള്ള വേവ്സിൻ്റെ ഇമേജസ് നോക്കൂ, അനിമേഷൻസ് നോക്കൂ. ദിസ് വൺ, ദ വേവ് അലോങ് എ സ്ട്രിങ്, അല്ലേ? നമ്മൾ സ്ട്രിങ്ങിലുള്ള സ്റ്റാൻഡിങ് വേവ് ഒക്കെ ഇതേ രൂപത്തിൽ നമ്മൾ ലാബുകളിലൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു ഗ്രാവിറ്റേഷണൽ വേവിൻ്റെ എക്സാമ്പിളാണ്. ഗ്രാവിറ്റേഷണൽ വേവ് രണ്ട് ബ്ലാക്ക് ഹോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി ജനറേറ്റ് ചെയ്യുന്നൊരു ഗ്രാവിറ്റേഷണൽ വേവിൻ്റെ അനിമേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നോക്കൂ, ഇത് മറ്റൊരു തരത്തിലുള്ള വേവാണ്. ഇത് നമ്മുടെ സൗണ്ട് വേവ്സിൻ്റെ പ്രൊപ്പഗേഷനാണ്. ലോഞ്ചിറ്റ്യൂഡിനലായിട്ടുള്ള ആൾട്ടർനേറ്റീവ് റയർഫാക്ഷൻസ് ആൻഡ് കംപ്രഷൻസിൻ്റെ ഒരു പ്രൊപ്പഗേഷനാണ് നമ്മുടെ സൗണ്ട് വേവ്സ്. സോ ആ സൗണ്ട് വേവ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ദിസ് വൺ ഈസ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അല്ലേ? ഒരേ സമയം ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും രണ്ടും സൈനസോയിഡലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനലായിട്ടുള്ള പല രീതിയിലുള്ള വേവ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. Then the next question, what is a wave? What is the definition of a wave? സോ അതിനെപ്പോഴും നമുക്ക് കൃത്യമായ ഒരു ആൻസർ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പലരും പല ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. ചിലർ പറയും വേവ് ഇസ് എ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി, വേവ് ഇസ് എ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ്, അങ്ങനെ പല രീതിയിലും നമ്മൾ പറയാറുണ്ട്. തൽക്കാലം നമ്മുടെ ക്ലാസിക്കൽ പിക്ചറിലുള്ള ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്രൂഡ് ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. നമുക്കിങ്ങനെ പറയാം: വേവ് is a disturbance of a continuous medium that propagates with fixed shape at constant velocity. So disturbance of a continuous medium. അപ്പോൾ നമ്മൾ ചോദിക്കും, കണ്ടിന്യൂസ് മീഡിയത്തിലല്ലാതെ ഡിസ്കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ വേവ് പോകില്ലേ എന്നർത്ഥം. പോവാറുണ്ടല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് ബൗണ്ടറിയിൽ ഡിസ്കണ്ടിന്യൂസ് ആണല്ലോ. സോ അവിടെയും വേവ്, അപ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ച്, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷനൊക്കെ സംഭവിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിലും അതൊരു വേവ്ക്ക് പാസ് ചെയ്യുന്നുണ്ട്. സോ ആ കേസ് ഇപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കേസ്, ഒരു സ്പെഷ്യൽ ഡെഫിനിഷനാണ് എടുക്കുന്നത് എന്നർത്ഥം. ഡിസ്റ്റർബൻസ് ഓഫ് എ കണ്ടിന്യൂസ് മീഡിയം ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് വിത്ത് ഫിക്സഡ് ഷേപ്പ്, അല്ലേ? അതേപോലെ ഷേപ്പും ചിലപ്പോൾ മാറാറുണ്ട്. അറ്റുനേഷൻ വഴിയൊക്കെ ഷേപ്പ് ഇങ്ങനെ കുറഞ്ഞ് മാറി ചെറുതായി വരാറുണ്ട്, ഷേപ്പ് മാറാറുണ്ട്. മാത്രമല്ല പലപ്പോഴും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാവില്ല വേവ് പോകുന്നത്. സോ ഇതൊരു കൺവീനിയൻ്റ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു വേവിൻ്റെ ഒരു ഡെഫിനിഷനാണെന്ന് അർത്ഥം. എല്ലാ വേവിനുമുള്ള ഒരു ജനറൽ ഡെഫിനിഷൻ അല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡെഫിനിഷൻ എടുക്കാം. സോ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് ഓഫ് എ കണ്ടിന്യൂസ് മീഡിയം ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് വിത്ത് ഫിക്സഡ് ഷേപ്പ് അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 0 മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം ഈസ് ഈക്വൽ ടു 0 ആകുന്ന മൊമെൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ f(z)(0) ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് f(z)(0) മീൻസ് t ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ വേവിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അത് ഈ പോയിന്റിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. z ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് ഇത് ഉള്ളത്. നൗ ഇതെന്ത് ചെയ്യുന്നു? ആസ് ടൈം പ്രൊസീഡ്സ് ടു ദി റൈറ്റ് സൈഡ്, അല്ലേ? +z ഡയറക്ഷനിൽ ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു, അല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ ടൈം t ദിസ് റീച്ചസ് അറ്റ് ദിസ് പോയിന്റ്, അല്ലേ? ദിസ് റീച്ചസ് അറ്റ് ദിസ് പോയിന്റ്. If the wave propagates with constant velocity, what is the distance moved or distance traveled will be v into t, അല്ലേ? കാരണം നമ്മുടെ വെലോസിറ്റി is v, then the time taken is t, so the traveled distance will be v into t. So this distance, ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ വേവ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The displacement at any point z at any time t is same as
the displacement a distance vt to the left, a distance vt, this distance to the left back at a time t is equal to 0 means at any time t z point at z is equal to z and time t ആകുന്ന പോയിന്റിലുള്ള ഡിസ്റ്റർബൻസ് will be same as the disturbance at t is equal to 0 at back vt അല്ലെ vt ബാക്കിൽ t is equal to 0യിൽ എന്ത് ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാകുക, ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഡിസ്റ്റർബൻസ് ആണല്ലേ, ഇത് തന്നെയായിരിക്കും at z is equal to t ഉണ്ടാവുക. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കി, ഇങ്ങനെ എഴുതാം എഫ് ഓഫ് സെഡ് ടി വിച്ച് ഈസ് സെയിം ആസ് എഫ് ഓഫ് സെഡ് മൈനസ് വി ടി മീൻസ് സെഡ് is equal to സെഡ് മൈനസ് വി ടിയിലുള്ള സെയിം ഡിസ്റ്റർബൻസ് തന്നെയാണ് എപ്പോൾ അറ്റ് ടൈം ടി is equal to 0യിലുള്ള, സോ ഈ മൊമെൻറ്റിലുള്ള. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറ്റൊരു ഫംഗ്ഷനായിട്ട് ഇങ്ങനെ എഴുതാം ജി ഓഫ് സെഡ് മൈനസ് വി ടി. സോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സെഡ് മൈനസ് വി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ജി ഓഫ് z minus vt. Okay, so a wave with fixed shape moving with constant velocity will be a special combination of z minus vt, a special combination of z minus vt. So നമ്മുടെ സൊല്യൂഷൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും എന്നർത്ഥം. നമ്മൾ പറയുന്ന ഈ ഡെഫിനിഷൻ വെച്ച് നമ്മൾ പറയുന്ന എല്ലാ വേവ്സിൻ്റെയും സൊല്യൂഷൻ വിൽ ബി ഓഫ് ദിസ് ടൈപ്പ്, മീൻസ് വിൽ ബി an explicit function of z minus vt. z minus vtയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് എന്നർത്ഥം. അപ്പോൾ നോക്കൂ, നമുക്ക് നോക്കാം, നമുക്ക് വ്യത്യസ്ത ഫംഗ്ഷൻസ് ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് f1 f2 f3 f4 f5. ഇതിൽ ഏതൊക്കെയാണ് z മൈനസ് വി ടിയുടെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത് നോക്കൂ. ഇവിടെ z മൈനസ് വി ടി ഉണ്ട്, ഇവിടെ z മൈനസ് വി ടി ഉണ്ട്, ഇവിടെ z മൈനസ് വി ടി. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ z മൈനസ് വി ടിയുടെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല, ഇവിടെയും z മൈനസ് വി ടിയുടെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് f1 f2 f3 ആർ ദി സൊല്യൂഷൻസ് ഓർ റെപ്രസെൻറ്റ്സ് എ വേവ് അല്ലേ. ദീസ് ത്രീ റെപ്രസെൻറ്റ്സ് എ വേവ് വൈൽ ദീസ് ഡി നോട്ട് റെപ്രസെൻറ്റ്സ് എ വേവ്. ദീസ് f4 and f5 ഡി നോട്ട് റെപ്രസെൻറ്റ്സ് ദിസ് കൈൻഡ് ഓഫ് വേവ്, ക്ലാസിക്കൽ വേവ്. ഇനി നമുക്കൊരു ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ കൺസിഡർ എ വെരി ലോങ് സ്ട്രിങ് അണ്ടർ ടെൻഷൻ ടി. ഇപ്പോൾ നമ്മൾ സപ്പോസ് വലിയൊരു കയറ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് തൂണുകൾക്കിടയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദി ഇക്വിലിബ്രിയം, സോ നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ്, അപ്പോൾ ഡിസ്പ്ലേസ് നന്നായിട്ട് വലിഞ്ഞ് നിൽക്കുകയാണ്, അണ്ടർ ടെൻഷൻ ടി ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൈകൊണ്ട് ജസ്റ്റ് തട്ടി കൊടുക്കും, ഒന്ന് പ്ലക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദി ഇക്വിലിബ്രിയം അല്ലേ. അപ്പോൾ അതൊരു വേവായിട്ട് ഇങ്ങനെ ആ ഡിസ്റ്റർബൻസ് അങ്ങ് ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ദ നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് ഓൺ ദ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ സെഡ് ആൻഡ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മീൻസ് നമ്മൾ അങ്ങനെ പ്ലക്ക് ചെയ്യുന്ന ആ പോയിൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്ന ആ കയറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നമ്മളിവിടെ ഇങ്ങനെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. സോ നമുക്കതിനെ ഇങ്ങനെ എടുക്കാം, ആ കയറിൻ്റെ ചെറിയൊരു കഷ്ണമുള്ള ചെറിയൊരു സെഗ്മെൻറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഈ ഡാർക്കൻ ചെയ്ത ഇത്രയും ഭാഗം. സോ നോക്കൂ, ബിറ്റ്വീൻ സെഡ് ആൻഡ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് വാട്ട് വിൽ ബി ദ നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ്. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെഡ് ഡയറക്ഷനിലാണ്. സോ ഫോഴ്സ് ഓൺ ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരുന്ന വൈ ഡയറക്ഷനിൽ വരുന്ന സെഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും ബിറ്റ്വീൻ സെഡ് ആൻഡ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് അല്ലേ. സെഡ് ആൻഡ് ഡെൽറ്റ മീൻസ് ഡെൽറ്റ സെഡ് സെഗ്മെൻറ്റിന് ഫീൽ ചെയ്യുന്ന നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഒരു അണ്ടർ ടെൻഷൻ ടിയിൽ കിടക്കുന്ന ഒരു സ്ട്രിങ്ങിൽ എല്ലാ പോയിന്റിലും സെയിം ടെൻഷൻ ആയിരിക്കും, ഓരോ പോയിന്റിലും സെയിം ടെൻഷൻ ആയിരിക്കും. മാത്രമല്ല രണ്ട് തൊട്ടടുത്ത പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടെൻഷൻ വരുന്നത്. നോക്കൂ, ഈ പോയിന്റിൽ ടെൻഷൻ ഈ ഭാഗത്തേക്കാണെങ്കിൽ ഈ പോയിന്റിൽ വരുന്ന ടെൻഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും വരിക. സോ ഈ പോയിന്റിലെ ഡയറക്ഷൻ ഓഫ് ടെൻഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് എടുക്കേണ്ടി വരും, അതിന് ടാൻജൻറ്റ് എടുക്കണം, ഈ പോയിന്റിലെ ടാൻജൻറ്റ് എടുക്കണം, ഇവിടെയാണെങ്കിൽ ഈ പോയിന്റിലെ ടാൻജൻറ്റ് എടുക്കണം. സോ ദിസ് ഈസ് ദി ടെൻഷൻ, ദിസ് ഈസ് ദ ഫോഴ്സ്. ടെൻഷൻ മീൻസ് സം കൈൻഡ് ഓഫ് ഫോഴ്സ്. സോ ടെൻഷൻ അലോങ് ദിസ് ഡയറക്ഷൻ ആൻഡ് ടെൻഷൻ അലോങ് ദിസ് ഡയറക്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സപ്പോസ് ടെൻഷൻ അറ്റ് സെഡ് മേക്സ് an angle theta with z axis.
അതേപോലെ തന്നെ ഇവിടെയും സെഡ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ പ്രൈം ആംഗിളാണ് നമ്മുടെ ഈ ടെൻഷന് ഉണ്ടാക്കുന്നത്. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, ദെൻ നോക്കൂ, ഇത് നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് എഴുതാം. ദിസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടി കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ അതേപോലെ നമ്മുടെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് ടി സൈൻ തീറ്റ എന്നാണ്. അതേപോലെ ഇവിടെയും നോക്കൂ, ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ ടി കോസ് തീറ്റ പ്രൈം എന്ന് എഴുതാം. അതേപോലെ ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റിനെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ ടി സൈൻ തീറ്റ പ്രൈം എന്ന് എഴുതാം അല്ലേ. സോ നോക്കൂ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ ദെൻ ദി സൈൻ ബോത്ത് സൈൻ തീറ്റ വിൽ ബി both cos theta will be almost 1. If theta is very small, then cos theta will be almost very small, almost 1. Cos theta will be almost 1. Then this will be along this direction. ഇതിൻ്റെ കമ്പോണൻ്റ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും വരിക. ഈ ടി കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്കായിരിക്കും വരിക. സോ ബോത്ത് ആർ വിത്ത് മാഗ്നിറ്റ്യൂഡ് ടി ഇൻറ്റു 1. ദിസ് ഈസ് അഗെയിൻ ടി ഇൻറ്റു 1 ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ നെറ്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ മാത്രമേ വരുള്ളൂ? നമ്മുടെ ഈ ഡയറക്ഷനിൽ മാത്രമേ നെറ്റ് ഫോഴ്സ് വരുന്നുള്ളൂ. സോ ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റിൻ്റെ രണ്ട് പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് നോക്കി ഈ ഡയറക്ഷനിൽ എങ്ങനെ വരുന്നത്? താഴോട്ടായിരിക്കും വരും അല്ലേ. താഴോട്ട് ടി സൈൻ തീറ്റ, അവിടെയാണെങ്കിൽ മുകളിലോട്ട് ടി സൈൻ തീറ്റ പ്രൈം. സോ ദ നെറ്റ് ഫോഴ്സ്, നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് ഓൺ ദ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ Z ആൻഡ് Z പ്ലസ് ഡെൽറ്റ Z അല്ലെങ്കിൽ ഡെൽറ്റ Z ലെങ്ത്തുള്ള ഈ സെഗ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് വിൽ ബി ഡെൽറ്റ എഫ് ഈക്വൽ ടു ദിസ് ടി സൈൻ തീറ്റ പ്രൈം മൈനസ് ടി സൈൻ തീറ്റ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇഫ് ദിസ് തീറ്റ ഈസ് വെരി സ്മോൾ, കാരണം ഇതൊരു ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള ഒരു കയറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ തീറ്റ വിൽ ബി വെരി സ്മോൾ. Then we can replace the sine by tan theta. If theta is very small, we can replace the sine by tan, means this delta f can be replaced by t tan theta prime minus t tan theta. T പുറത്തെടുക്കുമ്പോൾ t into tan theta prime minus tan theta. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ tan theta, what is tan theta? Tan theta is the this slope. So അതിനെ ആ ടേംസിലേക്ക് റീപ്ലേസ് ചെയ്താൽ, so slope at tan theta prime is slope at z plus delta z and tan theta is slope at z. So നമുക്ക് ഇങ്ങനെ എഴുതാം, dou f by dou z at z plus delta z and tan theta is slope at z, that is dou f by dou z at z അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മുടെ ടൈലേഴ്സ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. ടൈലേഴ്സ് സീരീസ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോയി നോക്കുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് dou f by dou z പ്ലസ്, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ dou f by dou z പ്ലസ് ഡെൽറ്റ z ഇൻറ്റു dou സ്ക്വയർ എഫ് ബൈ dou z സ്ക്വയർ പ്ലസ് അങ്ങനെ സീരീസ് ആയിട്ട് അങ്ങ് പോകും അല്ലേ. സോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ dou f by dou z രണ്ട് ഭാഗത്തും വരും. അതിൻ്റെ ബാക്കി ഹയർ ഇതിൻ്റെ എക്സ്പാൻഷനിൽ ബാക്കി ഹയർ ടൈം നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ dou f by dou z മൈനസ് dou f by dou z ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് dou സ്ക്വയർ എഫ് ബൈ dou z സ്ക്വയർ ആയിരിക്കും വരിക. സോ നമുക്ക് ആ ടേം മാത്രം റിമൈൻ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ടി ഇൻറ്റു dou സ്ക്വയർ എഫ് ബൈ dou z സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ z. ഓക്കെ, ഇൻറ്റു ഡെൽറ്റ z. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. ഈ ഡെൽറ്റ എഫിനെ എങ്ങനെയും എഴുതാൻ നോക്കൂ. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം എ എന്ന് എഴുതാമല്ലോ അല്ലേ. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ. സോ ഡെൽറ്റ എഫ് ദിസ് ഫോഴ്സ് ഈസ് എം എ വെർ ദി മാസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത്രയും സെഗ്മെൻറ്റിൻ്റെ മാസ് ആണല്ലേ. ഈ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ആണ്, അപ്രോക്സിമേറ്റ് ലെങ്ത് ആണ്, ഡെൽറ്റ സെഡ് ആണ്. അതേപോലെ ഇഫ് മ്യൂ ഈസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ടോട്ടൽ മാസ് വിൽ ബി മ്യൂ ഇൻറ്റു ഡെൽറ്റ സെഡ്. സോ ആൻഡ് ദി ആക്സിലറേഷൻ വിൽ ബി dou സ്ക്വയർ എഫ് ബൈ dou ടി സ്ക്വയർ അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? അതിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ മ്യൂ ഡെൽറ്റ സെഡ് ഇൻറ്റു dou സ്ക്വയർ എഫ് ബൈ dou ടി സ്ക്വയർ എന്ന് എഴുതാം. സോ ഈ രണ്ട് ഡെൽറ്റ എഫുകളെയും ഈ ഡെൽറ്റ എഫിനെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ? ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ. ടി dou സ്ക്വയർ എഫ് ബൈ dou z സ്ക്വയർ ഡെൽറ്റ സെഡ് ഈക്വൽ ടു മ്യൂ ഡെൽറ്റ സെഡ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. നോക്കൂ, dou സ്ക്വയർ എഫ് ബൈ dou z സ്ക്വയർ, ഈ ടിയും ഡെൽറ്റ സെഡും ഡെൽറ്റ സെഡുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു അല്ലേ. ദെൻ ടി എപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? മ്യൂ ബൈ ടി dou സ്ക്വയർ എഫ് ബൈ dou ടി സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് വി ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമുക്കിവിടെ
ടി ബൈ മ്യൂവിനെ ഈ മ്യൂവിനെ താഴേക്ക് എടുത്ത് റൂട്ട് ടി ബൈ മ്യൂവിന് നമ്മൾ വി എന്ന് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതാം ദോ സ്ക്വയർ എഫ് ബൈ ദോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ദോ സ്ക്വയർ എഫ് ബൈ ദോ ടി സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. സോ ഇതിൻ്റെ ഡെറിവേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇനി നമുക്കതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നോക്കൂ, സോ ദിസ് ഈസ് ദി ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. എന്തുകൊണ്ടാണ് നമ്മളതിന് വേവ് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റ് അഡ്മിറ്റ്സ് ഓൾ ദി സൊല്യൂഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് സെഡ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് സെഡ് മൈനസ് വി ടി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ആ ഫോമിലുള്ള എല്ലാത്തിനെയും എല്ലാ ഫങ്ഷനെയും നമ്മുടെ ഈ വേവ് ഇക്വേഷൻ അഡ്മിറ്റ് ചെയ്യും. നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ നോക്കാം? സപ്പോസ് യു is equal to z minus vt. ലെറ്റ് ദിസ് യു is equal to ഈ ജി ഓഫ് സെഡ് മൈനസ് വി ടി നമുക്ക് സെഡ് മൈനസ് വി ടി യു കൊണ്ട് അപ്പം എന്ത് എഴുതാം? ഇതിനെ എഫ് ഓഫ് സെഡ് is equal to ജി ഓഫ് യു എന്ന് എഴുതാം അല്ലേ. ദെൻ വാട്ട് വിൽ ബി ദോ യു ബൈ ദോ സെഡ്, ദെൻ ദോ യു ബൈ ദോ സെഡ് വിൽ ബി 1 അല്ലേ. അതേപോലെ തന്നെ ദോ യു ബൈ ദോ ടി വിൽ ബി മൈനസ് വി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദോ എഫ് ബൈ ദോ സെഡ് എഴുതാം. വാട്ട് ഈസ് ദോ എഫ്? What is f? f is equal to g of u. f is equal to g of z minus vt is equal to g of u. So നമുക്ക് എന്ത് എഴുതാം? ദോ എഫ് ബൈ ദോ സെഡിനെ ഇങ്ങനെ എഴുതാം. ദോ എഫ് ബൈ ദോ സെഡ് is equal to dg by du into ദോ യു ബൈ ദോ സെഡ്. മാത്തമാറ്റിക്കൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. ഏത് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം. ഇതുപോലുള്ള പാരാമെട്രിക് ഫോമിൽ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ എഴുതാം. സോ dg by du into ദോ യു ബൈ ദോ സെഡ്. പക്ഷെ നമുക്ക് എന്താ അറിയാം? വാട്ട് ഈസ് ദോ യു ബൈ ദോ സെഡ്? ദാറ്റ് ഈസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു dg by du. അഗെയിൻ വൺസ് മോർ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ വീണ്ടും ദോ സ്ക്വയർ എഫ് ബൈ ദോ സെഡ്, വീണ്ടും ദോ ബൈ ദോ സെഡ് ഓഫ് ദോ എഫ് ബൈ ദോ സെഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരത്തെ എടുത്തതുപോലെ ദോ ബൈ ദോ സെഡ് ഓഫ് ദിസ് വൺ വരും അല്ലേ. ദോ ബൈ ദോ സെഡ് ഓഫ് ദിസ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, മീൻസ് ഡി ബൈ ഡി യു ഓഫ് ദിസ് വൺ ഇൻറ്റു ദോ യു ബൈ ദോ സെഡ് എന്നല്ലേ വന്നത്. സോ അതുപോലെ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദെൻ what is this dou u by dou z? Again dou u by dou z is 1. Dou u by dou z is 1. Then this becomes d square g by du square. Okay. Again similarly നമുക്ക് എന്ത് ചെയ്യാം? ദോ എഫ് ബൈ ദോ ടിയും ദോ സ്ക്വയർ എഫ് ബൈ ദോ ടി സ്ക്വയറും കാണാം. വാട്ട് ഈസ് ദോ എഫ് ബൈ ദോ ടി? സോ ദോ എഫ് ബൈ ദോ ടിനെ എങ്ങനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? ഡി ജി ബൈ ഡി യു ഇൻറ്റു ദോ യു ബൈ ദോ ടി. വാട്ട് ഈസ് ദോ യു ബൈ ദോ ടി? ദിസ് ഈസ് മൈനസ് വി. സോ ദിസ് ബിക്കംസ് മൈനസ് വി ഇൻറ്റു ഡി ജി ബൈ ഡി യു. സോ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് വി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ദോ ബൈ ദോ ടി ഓഫ് ദിസ് വൺ അല്ലേ. സോ ദോ ബൈ ദോ ടി ഓഫ് ദിസ് വൺ എന്ന് പറയുമ്പോൾ ദോ ബൈ ദോ ടി ഓഫ് ദിസ് വൺ. ദെൻ അഗെയിൻ നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്തതുപോലെ വീണ്ടും ഇവിടെ എക്സ്പാൻഡ് ചെയ്യണം. That is d by du of this one into dou u by dou t. And what is dou u by dou t? Again minus v. So minus v into this minus v is plus v square. So plus v square into d square g by du square. Okay. So നമുക്ക് നോക്കൂ, ഇവിടെ dou square f by dou z square is equal to this one and dou square f by dou t square is equal to this one. Means മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ d square g by du square is equal to dou square f by dou z square. ഇവിടെയാണെങ്കിൽ d square g by du square is equal to ഈ v സ്ക്വയറിനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ 1 by v square dou square f by dou t square. സോ നമുക്ക് d square g by du squareനെ ഈ രണ്ടിൽ നിന്നും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? dou square f by dou z square which is equal to 1 by v square dou square f by dou t square. മീൻസ് ഇതെന്ത് തന്നെ കിട്ടി? നമുക്ക് നമ്മുടെ വേവ് ഇക്വേഷൻ തന്നെ കിട്ടി. ദാറ്റ് മീൻസ് this wave equation admits all solution of the form f of zt is equal to g of z minus vt. ഓക്കെ, ഇനി ഇത് മാത്രമാണോ അത് അഡ്മിറ്റ് ചെയ്യുന്നത്? അല്ല, നമുക്കറിയാം നമ്മുടെ വേവ് ഇക്വേഷനിൽ ഒരു വി സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. 1 by v square ആണ് വരുന്നത്. സോ ദ നെഗറ്റീവ് ഓഫ് ദി വെലോസിറ്റി മൈനസ് വി ക്യാൻ ഓൾസോ ബി എ ഫങ്ഷൻ, എ സൊല്യൂഷൻ, a term in the solution. Means f of zt also can be f of h of z plus vt. Means z plus vt dependence വരുന്ന ഫങ്ഷൻസും എന്തായിരിക്കും? നമ്മുടെ വേവിൻ്റെ ഇക്വേഷൻസ് ആവാം. സോ ഓൾസോ ദിസ് ഫോം ഓൾസോ ആർ ദി സൊല്യൂഷൻസ് ഓഫ് ദ വേവ് ഇക്വേഷൻ.
സോ നമുക്ക് ജനറൽ സൊല്യൂഷൻ എടുത്ത് സോ ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ വിൽ ബി linear combination of both, that is f of z is equal to g of z minus vt plus h of z plus vt. Okay, നമുക്ക് ചെറിയൊരു അസൈൻമെൻറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ അസൈൻമെൻറ്റ് വി ആർ ഗിവൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നേരത്തെ പറഞ്ഞ 5 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യണം, മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. നേരത്തെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കി പറയുകയാണ് ചെയ്തത്. ഈ 3 വേവ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നു, ഈ 2 ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് പകരം നമ്മൾ മാത്തമാറ്റിക്കലി നമുക്കത് ചെയ്യണം. ഷോ ദാറ്റ് f1, f2 and f3 are the solution of a wave equation, whereas this f4 and f5 are not. Okay, thank you.